നീ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് ഉറപ്പ് കിട്ടിയുണ്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. എനിക്കറിയാം ഷോൺ, ബട്ട് നീ എനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാൻ നമ്മുടെ നല്ല ബന്ധത്തിന് നീ ആഗ്രഹിക്കണില്ലേ? എപ്പോഴും പറയാറുള്ളതല്ലേ ഇതും പറഞ്ഞിങ്ങനെ സെന്റി അടിച്ചിരിക്കരുതെന്ന്. എന്തില്ലെങ്കിലും നിനക്ക് ഞാനും എനിക്ക് നീയുമില്ലേ, അത് പോരെ തൽക്കാലം. ഇപ്പൊ നീ ഫ്രഷായി സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ ഡോക്ടറെ കാണാനുള്ളല്ലേ. പോയി ഫ്രഷാവും. ഡാ, ഞാൻ നിന്റെ ഒറ്റ വിശ്വാസത്തിലാ ഇങ്ങോട്ടേക്ക് വന്നത്. നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ. ഇതോടെ നിന്റെ എല്ലാ പ്രോബ്ലംസും തീരും. എനിക്ക് അത്ര വിശ്വാസമുള്ളതുകൊണ്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ല, ആനി എവിടെ? അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് വിളിക്കുന്നതാ. ഇപ്പൊ അതുമില്ല. അവള് നല്ല ഉറക്കത്തിലാ. പിന്നെ യാത്ര കഴിഞ്ഞ് വന്ന് എന്റെ ക്ഷീണം, പിന്നെ വീട് മാറി കിടന്നുകൊണ്ട് ഉറക്കവും ശരിയാവുന്നില്ല. അല്പമെങ്കിലും ഒന്ന് ഉറങ്ങി നിന്നാ. എന്നാ ഉറങ്ങട്ടെ. അല്ല, നീ എത്ര നാളത്തെ ലീവാ എടുത്തേക്കുന്നത്? ഉടനെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ? 1 മാസത്തെ ലീവുണ്ട്, വേണമെങ്കിൽ കൂട്ടാം, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഡ്യൂട്ടി കയറാൻ സമയമായി. നീ ഡോക്ടറെ കണ്ടിട്ട് എന്നെ വിളിക്ക്. ഓക്കെ? നീ അവളോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാട്ടോ. ഓക്കേടാ, ബൈ. നിങ്ങൾ ഈ പേടിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഞാനിപ്പം മരുന്ന് തന്നാൽ തന്നെ ഫലിക്കണമെന്നില്ല. നിങ്ങളും ശാരീരികമായും മാനസികമായും തയ്യാറെടുത്താലേ മരുന്ന് ഫലിക്കൂ. പിന്നെ ഇതൊരു കുഞ്ഞിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ. അറിയാം ഡോക്ടർ. അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് തീരുന്നില്ല. സെക്സിന് നമ്മുടെ ജീവിതത്തിലെ പങ്ക് വളരെ വലുത് തന്നെയാണ് എന്ന് കരുതി അതില്ലാതെ വരുമ്പോ കുടുംബജീവിതം തകരുമെന്ന ചിന്തയൊന്നും വേണ്ട. ഡോക്ടർ, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ ഞാനൊരു മരുന്ന് തരും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. ഇതിലൊരു മരുന്ന് എഴുതിയിട്ടുണ്ട്. ഈ മരുന്ന് 1 കൂടുതൽ കഴിക്കരുത്. തൽക്കാലം 1 മാത്രം കഴിക്കേ. എന്നിട്ടും സുഖം കിട്ടാതിരിക്കുകയാണെങ്കിൽ മാത്രം 2 കഴിക്കേ. ഓക്കെ ഡോക്ടർ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, എന്നാ 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി കാണാം. ശരി ഡോക്ടർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരാം. താങ്ക് യു ഡോക്ടർ.
ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണോ? അപ്പ സമയമുണ്ട്.